എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതം ശ്ലോകങ്ങളാണ് നോക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് വെണ്ണയ്ക്ക് കുതിച്ച് അമ്മ തൈര് കലക്കുമ്പോൾ ഇങ്ങനെ വെണ്ണ കൂടുന്നത് നോക്കിയിരിക്കുന്ന ഒരു കണ്ണനെയാണ് കണ്ടത് അല്ലേ? അമ്മേ എനിക്ക് എത്ര നേരമായി കുറച്ചമ്മിഞ്ഞ തന്നിട്ടീ വണ്ണമോദി, അമ്മയിരുന്നു തൈർ കടഞ്ഞിടുന്നോരമ്മണിപ്പീഠത്തിൻ പിന്നിലേറി, നെന്മേനിവാക മലർക്കുള്ളിലുള്ളൊരു നന്മേനിയെല്ലാം കളഞ്ഞു മിന്നും തന്മേനി അമ്മ തന്മയോടു ചേർത്തു ചെഞ്ചെമ്മേ നിന്നിടുന്നു കന്നൽ വർണ്ണൻ. വെൺമണി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ ബാലകൃഷ്ണൻ എന്നുള്ളൊരു കവിതയിലുള്ള വരികളാണ് ഇപ്പോൾ ചൊല്ലിയത്. അങ്ങനെ വെണ്ണക്കൊതിയനായ കണ്ണൻ ഇന്നിപ്പോൾ എന്താ ചെയ്യണേ എന്ന് നോക്കാം. 21-ാമത്തെ ശ്ലോകം. ഓടക്കുഴൽക്കു പുതുവെണ്ണ ലഭിപ്പതിനായി ആടിക്കുഴഞ്ഞു കുഴലോദിന വാസുദേവൻ, കാനക്കുറിഞ്ഞിയെ വിളിച്ചതു കേട്ട നേരം പൂനക്കുറിഞ്ഞികളടുത്തതു കാൺമനോ ഞാൻ. മധുരമനോഹരങ്ങളായ ഈ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കണത് ഈ ഓടക്കുഴലാണ്. അതുകൊണ്ട് ഓടക്കുഴലിനും വേണം വെണ്ണ എന്നാണ് കണ്ണൻ പറയൂത്രേ. അങ്ങനെയാണ് പൂന്താനം പറയണത്. അത്രയ്ക്കും വെണ്ണ കൊതിയനാണ്. അപ്പോൾ ആ വെണ്ണയും ഓടക്കുഴലിന് കൊടുക്കാം എന്ന് പറഞ്ഞ് മേടിച്ചു കൊണ്ടുവന്നിട്ട് കണ്ണന് കഴിക്കാം. അങ്ങനെ സൂത്രം പറയും. ആ പേരിലും കൂടി ഇത്തിരി വെണ്ണ എനിക്ക് കിട്ടുമല്ലോ എന്നാണ് വെണ്ണക്കൊതിയൻ കണ്ണൻ്റെ മോഹം. അങ്ങനെ അതിമനോഹരമായിട്ട് ആടിക്കുഴഞ്ഞ് കുഴലൂദിന വാസുദേവൻ, ആടിക്കുഴഞ്ഞ് ആംഗ്യങ്ങളൊക്കെ കാണിച്ച് നിന്ന് മനോഹരമായി നിന്ന് ഓടക്കുഴൽ വിളിക്കുക. കാനക്കുറിഞ്ഞി രാഗം ഓടക്കുഴലിൽ വിളിക്കൂത്രേ. അപ്പം ഈ കാനക്കുറിഞ്ഞി രാഗം കേൾക്കുമ്പം കണ്ണൻ്റെ അടുത്തേക്ക് ഓടി വരും പൂനക്കുറിഞ്ഞികൾ. എന്തിനാ? വെണ്ണ കഴിക്കാനേ. പൂനക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ പൂച്ചക്കുഞ്ഞുങ്ങൾ. പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ള ജന്തുക്കൾക്കൊക്കെ അറിയാം കണ്ണൻ്റെ കയ്യിൽ വെണ്ണയുണ്ടെങ്കിൽ അവർക്കും കുറച്ച് കിട്ടും. കണ്ണൻ എല്ലാവർക്കും ഇട്ട് കൊടുക്കും വെണ്ണ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി പൂച്ചക്കുഞ്ഞുങ്ങളും ഓടി വരൂത്രേ. കണ്ണൻ ഓടക്കുഴലിൽ പാട്ട് വായിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും അടുത്തെത്തും. അപ്പോൾ വെണ്ണ കിട്ടാനാണ് ആടിക്കുഴഞ്ഞ് ഓടക്കുഴൽ വിളിക്കണേന്ന് അവർക്കും അറിയാം. അങ്ങനെയുള്ള ആ കണ്ണനെ ഞാൻ എൻ്റെ അടുത്ത് എന്നാണ് ഒന്ന് കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവുക എന്നാണ് ഇതിൽ ചോദിക്കണത്. അടുത്തത് ഏട്ടനും അനിയനും ഗോപക്കുട്ടികളും എല്ലാവരും കൂടി കളിക്കുമ്പോഴുള്ളൊരു വർണ്ണനയാണ്. കണ്ണൻ കളിച്ചേട്ടനുമായൊരു നാൾ സ്വർണാദികൾക്കല്ല മഹത്വമയ്യോ, കണ്ണഞ്ചിരട്ടയ്ക്കു പടുത്വമേറും കുന്നിക്കുരുക്കൾക്കുമിതെന്നു തീർന്നു. ഏട്ടനായ ബലരാമനോടൊപ്പം കണ്ണനങ്ങനെ കളിച്ച് നടക്കുമ്പോൾ സ്വർണത്തിനും രത്നങ്ങൾക്കും ഒന്നും ഒരു മഹത്വം ഇല്ല എന്നാണ് പറയണേ. അത് കാണുമ്പോൾ അതിനൊന്നും തീരെ ശോഭയില്ല എന്നാണ് തോന്നുക എന്ന്. പിന്നെ എന്തിനാണ് കണ്ണഞ്ചിരട്ട, മഞ്ചാടിക്കുരു എന്നിവയ്ക്കൊക്കെ സ്വർണത്തിനേക്കാളും മഹത്വമാണ്. കുന്നിക്കുരു, മഞ്ചാടിക്കുരു, കണ്ണഞ്ചിരട്ട ഇതൊക്കെ കൊണ്ടാണ് കളി. മണ്ണപ്പം ചുട്ട് കളിക്കുക. കാളിന്തിയുടെ തീരത്ത് ഏട്ടൻ്റെയും ഗോപാലക്കുട്ടികളുടെയും കൂടെ കളിച്ച് നടക്കണ രാമനെയും കൃഷ്ണനെയും ഉണ്ണാറായാലും വീട്ടിലേക്ക് എത്തില്ല. രാവിലെ എന്തെങ്കിലും ഇത്തിരി കഴിച്ചിട്ട് ഓടും കളിക്കാൻ.
ഊണ് കഴിക്കാറായാലും കാണില്ല ഇവരെ. അപ്പോൾ രോഹിണി പോയി വിളിക്കും. അവരുണ്ടോ കേൾക്കണു. വിളിച്ച് ക്ഷീണിക്കുമ്പോൾ രോഹിണി തിരിച്ചു പോരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് യശോദയോട് പറയും, യശോദ ഒന്ന് പോയിട്ട് ആ കുട്ടികളെ ഒന്ന് വിളിക്കൂ, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറയും. അപ്പോൾ യശോദ പോയി കുട്ടികൾ രണ്ടുപേരെ മാറി വിളിക്കും. അവർക്ക് എന്തെല്ലാം പേരുകളുണ്ടോ അതൊക്കെ വിളിക്കും അത്രേ. എന്തെല്ലാം പേര് വിളിച്ചാലും ഇവർ കേൾക്കില്ല. അവർ കളി തുടങ്ങും. അപ്പോൾ കളി തുടരുക തന്നെ ചെയ്യും. ഉള്ള പേര് മുഴുവൻ വിളിച്ചാലും അവർ വരില്ല. അപ്പോൾ പറയും, നിങ്ങളുടെ അച്ഛനിതാ കുളിച്ച് കുറിയിട്ട് ഉണ്ണാൻ ഇലയൊക്കെ ഇട്ട് കാത്തിരിക്കുകയാണ്. രാവിലെ പ്രാതൽ കഴിച്ച് കളിക്കാൻ പോയതല്ലേ, നിങ്ങൾക്ക് വിശക്കണില്ലേ, നന്നായി മേലൊക്കെ മണ്ണും പൊടിയായിട്ടുണ്ടാവില്ലേ, കുളിക്കണ്ടേ, എങ്ങനെ ഓരോന്ന് ചോദിച്ച് യശോദ വിളിക്കും. അപ്പം കുളിച്ചിട്ട് വേണ്ടേ ഭക്ഷണം കഴിക്കാൻ, എന്നിട്ട് വേണം, അച്ഛൻ അതാ കാത്തിരിക്കണു, അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇലയൊക്കെ ഇട്ട് ഉണ്ണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളെ കാണാഞ്ഞിട്ട് അച്ഛനും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയും. നിൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ, അവരുടെ അമ്മമാരെ കുളിപ്പിച്ച് നല്ല മിടുക്കന്മാരായിട്ടാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവസാനം എന്നിട്ടും വരാത്തപ്പോൾ അവസാനം ഒരു സൂത്രം ചെയ്യും, ഇന്ന് നിൻ്റെ പിറന്നാളല്ലേ, എന്ന് നല്ല സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ സൂത്രം പറയും. അത് കേൾക്കുമ്പോൾ വേഗം കളിയൊക്കെ അവസാനിപ്പിച്ച് ഓടി വരും. പിറന്നാളല്ലേ, ഇനി അഥവാ പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ട് ഊണ് കഴിക്കാനിരിക്കുമ്പം വിചാരിച്ച കറികളൊന്നും ഇല്ല എന്ന് വന്നാൽ അപ്പോൾ വാശി തുടങ്ങും. എനിക്ക് ആ പായസം അടക്കമുള്ള സദ്യ വിഭവങ്ങൾ വേണം എന്ന് പറഞ്ഞ് വാശി. അമ്മയല്ലേ പറഞ്ഞത് എൻ്റെ പിറന്നാളാണെന്ന്, പിറന്നാളായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് വാശി പിടിക്കും. അപ്പോൾ യശോദയ്ക്ക് അതെല്ലാം ഉണ്ടാക്കി കൊടുത്തേ തീരൂ എന്നുള്ള ഒരു ഘട്ടവും വന്നിട്ടുണ്ട്. അങ്ങനെ സദ്യ ഉണ്ടെന്ന് കേട്ട ഇപ്പോൾ കണ്ണനും രാമനും കളി നിർത്തി കുളിക്കാൻ വന്നു, ഭക്ഷണം കഴിക്കാൻ ഇരിക്കും. ബ്രഹ്മാവിനും പരമശിവനും എന്നല്ല സകല ചരാചരങ്ങൾക്കും നാഥൻ ആണ് ഈ സർവേശ്വരൻ ആണ്. അങ്ങനെയുള്ള ആ സർവേശ്വരനെ മകനായി കിട്ടിയ യശോദയുടെ ഭാഗ്യല്ലേ. യശോദ ഈ സർവേശ്വരനെ മകനായിട്ട് വളർത്തി. മകൻ എന്തെല്ലാം ചെയ്തു, യശോദയുടെ ഭാഗ്യം. എണ്ണ തേച്ചു കുളിപ്പിച്ചും വെണ്ണ പാലിവ നൽകിയും കണ്ണനെ പോറ്റിയോരമ്മയ്ക്കെണ്ണി എണ്ണി നമിപ്പു ഞാൻ. ഇത് വേറൊരു ഭക്തകവി എഴുതിയ വരികളാണ്. അതേപോലെ തന്നെ ഭഗവാൻ യശോദയെ എൻ്റെ അമ്മ എന്നും വിചാരിച്ചു. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അർജുനനോട്, ആരൊക്കെ എന്നെ ഏതൊക്കെ വിധത്തിൽ ഭജിക്കുന്നുവോ അതേ വിധത്തിൽ ഞാൻ അവരെയും ഭജിക്കും എന്ന്. യേ യഥാ മാം പ്രപദ്യന്തേ താംസ്തഥൈവ ഭജാമ്യഹം മമ വർത്താനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശ എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പുത്രനായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും പലതരത്തിൽ പലരും എന്നെ ഭജിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ അത് തന്നെയാണ്, ഇതെല്ലാമായിരിക്കുന്ന ഒരാൾ ഞാനാണ്. എല്ലാവർക്കും അതേ രൂപത്തിൽ അവരുടെ ഇഷ്ടങ്ങൾ ഞാൻ നിറവേറ്റി കൊടുക്കും എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം പറഞ്ഞില്ലേ, അതുപോലെ രാമനെയും കൃഷ്ണനെയും ലാളിച്ച് സന്തോഷിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിറന്നാളാണെന്ന് പറഞ്ഞത് സത്യമാക്കി തീർക്കാൻ വേണ്ടി പലവിധ കറികളോടെ ഊണ് കഴിപ്പിക്കുന്നു യശോദയും രോഹിണിയും. അങ്ങനെയുള്ള കളികളിൽ മുഴുകി ഇരിക്കുന്ന ഈ ഒരു കണ്ണനെയാണ് ഈ പ്രാവശ്യം ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.